ഹായ്. അങ്ങനെ 2026 അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞു. കോൺഗ്രസിനെ ജനങ്ങൾ വിജയിപ്പിച്ചു, അങ്ങനെ പറയാനേ താല്പര്യമുള്ളൂ. പക്ഷേ ഇവിടെ ഈ തള്ളി മറിക്കുന്ന കണ്ട് BGM ഒക്കെ ഇട്ട് പല തള്ളുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവർ ജനങ്ങൾ ഇപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത ആൾക്കാർ വിചാരിക്കും കോൺഗ്രസ് എന്തോ മലമറിച്ചിട്ടാണോ. എന്ത് തേങ്ങ എടുത്തിട്ടാണ് ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് നിങ്ങൾ എന്ത് തേങ്ങനെ കാണിച്ചിട്ടുള്ളത്? അതുകൊണ്ട് നിങ്ങളെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് വീണ്ടും പിണറായിനെ തന്നെ വിജയിപ്പിച്ചതും മൂന്നാം പിണറായി സർക്കാർ വരുമെന്നുള്ള ഒരു തോന്നൽ വരെ ഉണ്ടായിരുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. കാര്യം ഈ 10 വർഷത്തിൽ അവസാന 5 വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4.5 വർഷവും നടന്ന ചർച്ചകളും മെയിനായിട്ട് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളിൽ പോലും വ്യക്തമായിട്ട് പറഞ്ഞതും അതുപോലെ അത്യാവശ്യം രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് വരെ വ്യക്തമായിട്ട് ധാരണ ഉണ്ടായതും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതെല്ലാം വീണ്ടും മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് തന്നെയാണ്. അതിൽ വലിയ ഇതൊന്നുമില്ല. കാര്യം അങ്ങനെയാണ് അതിനകത്ത്. ഇപ്പോൾ പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാനുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ പോലും അവർ മര്യാദക്ക് ഒരു പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനങ്ങളോ ഒന്നും അവർ ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് ശബരിമല കേസ് വന്നു, ശബരിമല സ്വർണ്ണപ്പാളി കേസ് വരുന്നു, അത് മന്ത്രിമാരൊക്കെ അകത്ത് പോകുന്നു എന്നുള്ള സാഹചര്യം വരുന്നു. പിന്നെ ആരോഗ്യമേഖലയിൽ മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ, അങ്ങനെ 3-4 ഘടകങ്ങൾ ഒന്നിച്ചെല്ലാം കൂടി വന്നു എന്നുള്ളതല്ലാണ്ട് പിന്നെ പോരാത്തതിന് പിണറായിയുടെ ഈ സ്വഭാവ രീതികളും ഇതെല്ലാം കൂടി വന്ന് മാധ്യമങ്ങൾ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അല്ലാണ്ട് കോൺഗ്രസ് എന്ത് ചെയ്തിട്ടെന്നായി പറയണത്? VD സതീശനൊക്കെ VD സതീശൻ കുറച്ച് ഡയലോഗുകൾ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡയലോഗ് അടിച്ച് വീട്ടിൽ നിന്നാലും കാര്യം നടക്കുകയല്ലോ. അപ്പോൾ ഇതിനകത്ത് ജനങ്ങളായിട്ട് വിജയിപ്പിച്ച് തന്നു, അല്ലാണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ച് വേണം ഭരിക്കാൻ. അല്ലാണ്ട് ഞങ്ങളെന്തോ വലിയ സംഭവം ചെയ്തോണ്ട് ജനങ്ങളുടെ അടുത്ത് തന്നിരിക്കണം, അപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്തും കാണിക്കാം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് മുന്നേ തന്നെ ഒരു കല്ലറിയും. കാര്യം ഒന്നാമതേ നിങ്ങളിപ്പോൾ ഭരിക്കാൻ പോകുന്നത് കുറച്ച് മതവാദികളും മതത്തിന് വേണ്ടി മാത്രം മതമാണ് ഇങ്ങനെ പറയുന്ന പോലെ ആൾക്കാരും ഇവരെ കൂട്ടിയല്ലേ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പണ്ട് മടുത്തിട്ട് തന്നെയാണ് ഈ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെയാണ് മാറ്റിക്കുത്തി വെറുപ്പോടെ നിന്നത്. പിന്നെയും വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഈ വോട്ട് കണ്ടറിയാം. ഏത് അണ്ടനാടപടനെ പിടിച്ച് നിർത്തിയെടുത്ത് പോലും വിജയിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രതീക്ഷയിലായിട്ട് കൊണ്ട് നടത്തിയ പല സ്ഥലങ്ങളിലും വിജയിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, മടുത്തായിരുന്നു, അത്രേ ഉള്ളൂ. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ഈ BGM ഒക്കെ ഇട്ട് തള്ളി മറിക്കണ ഇന്നലെയല്ലേ ഇലക്ഷനെ കഴിഞ്ഞത്. അപ്പോൾ കുറേ വർഷമൊന്നും ആയിട്ടില്ല ഈ തള്ളി മറിച്ച് ഒരു കാര്യത്തെ പുകമറ സൃഷ്ടിച്ച് വേറൊരു ഇതാക്കി മാറ്റാൻ. ഒരു സത്യത്തെ കുറേ വളച്ചൊടിച്ച് വേറൊരു സത്യമാക്കി നിങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി മര്യാദക്ക് ഭരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാം, ജനങ്ങളിപ്പോൾ പ്രബുദ്ധരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ജനങ്ങൾക്ക് ഇത്രയും വർഷം പിണറായി സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പോലും സഹിക്കാൻ താല്പര്യമില്ലാത്തൊരു പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഓക്കെ, ബൈ.